നമസ്കാരം കൂട്ടുകാരെ. വെറും 400 രൂപയ്ക്ക് അഷ്ടമുടിക്കായലിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് സാമ്പ്രാണിക്കൊടിയും മൺറോത്തുരുത്തും ഉൾപ്പെടെ അഷ്ടമുടിക്കായലിലെ 8 മുടികളിലൂടെ ഒന്ന് യാത്ര ചെയ്താലോ? സി അഷ്ടമുടി എന്ന പേരിൽ കേരള വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ യാത്ര നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നത്. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റുള്ള ബോട്ട് ജെട്ടിയിൽ നിന്നും 11:30 തുടങ്ങുന്ന യാത്ര കായൽ കാഴ്ചകളെല്ലാം കണ്ട് അഷ്ടമുടിയുടെ സൗന്ദര്യം പൂർണ്ണമായും ആസ്വദിച്ച് 4:30 തിരികെ എത്തുന്നു. അഷ്ടമുടിക്കായലിലെ കുഞ്ഞോളങ്ങളെ വകന്നു മാറ്റിക്കൊണ്ട് ഞങ്ങളുടെ ബോട്ട് മുന്നോട്ട് പോയി. അപ്പോൾ തന്നെ അതിലെ ഒരു ഉദ്യോഗസ്ഥൻ കൃത്യമായ നിർദ്ദേശങ്ങളും സുരക്ഷാ നിർദ്ദേശങ്ങളും അഷ്ടമുടിയിലെ 8 മുടികളെക്കുറിച്ചുള്ള വിവരണങ്ങളുമൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. വളരെ നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹമാണ് എല്ലാ രീതിയിലുമുള്ള കോർഡിനേഷൻ, പാട്ടായാലും ഡാൻസായാലും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് മുജീബ് സാറാണ്. നല്ലൊരു മനുഷ്യനാണ്. നമുക്ക് വേണ്ടുന്ന ആഹാരം അറേഞ്ച് ചെയ്തിരിക്കുന്നത് കുടുംബശ്രീ പ്രവർത്തകരാണ്. വളരെ നല്ല ഫുഡായിരുന്നു. അതിൽ കായൽ വിഭവങ്ങളെല്ലാം ഉണ്ട്. നാടനൂണും കപ്പയും മീനും അതുപോലെ തന്നെ ചിക്കനും ഒക്കെ ഉണ്ട്. കക്കയും കണവയും കൊഞ്ചും ഒക്കെ ഉണ്ട്. കല്ലുമ്മക്കായൊക്കെ ഉണ്ട്. നമ്മൾ മൺറോത്തുരുത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ നിന്നും ഹൗസ് ബോട്ടിലാണ് കണ്ടൽക്കാടുകൾ കാണാനായിട്ട് പോകേണ്ടത്. അതിനായിട്ട് 100 രൂപ നമുക്ക് എക്സ്ട്രാ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഹൗസ് ബോട്ടിൽ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് യാത്ര തുടങ്ങി. കൂടെ ഒരു ജപ്പാൻകാരനുണ്ടായിരുന്നു. അദ്ദേഹം വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കണ്ടൽക്കാടുകളിലെത്തിയിരിക്കുകയാണ്. മാൻഗ്രോവ് ഫോറസ്റ്റ്. അപ്പോൾ എത്ര മനോഹരമായ കാഴ്ചകളായിരുന്നെന്നറിയാമോ? ഈ ഒരു ചെറിയ 400 രൂപയ്ക്ക് എത്ര മനോഹരമായ കാഴ്ചകൾ കാണാൻ ഈ സി അഷ്ടമുടി നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്ന ഒരു ഗിഫ്റ്റ് തന്നെയാണിത്. മൺട്രോ ഐലൻഡിനോട് വിട പറഞ്ഞു ഞങ്ങൾ നേരെ സാമ്പ്രാണിക്കൊടിയിലേക്ക് എത്തി. അവിടെ നിന്നും 4:30 ആയപ്പോഴത്തേക്ക് തിരികെ കൊല്ലം ബോട്ട് ജെട്ടിയിലേക്ക് എത്തി. എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. മനസ്സ് നിറഞ്ഞ യാത്ര. ഒരു അഷ്ടമുടിയുടെ സൗന്ദര്യം പൂർണ്ണമായും ആസ്വദിച്ച് 4:30 തിരികെ എത്തുന്നു. അഷ്ടമുടിക്കായലിലെ കുഞ്ഞോളങ്ങളെ വകന്നു മാറ്റിക്കൊണ്ട് ഞങ്ങളുടെ ബോട്ട് മുന്നോട്ട് പോയി. അപ്പോൾ തന്നെ അതിലെ ഒരു ഉദ്യോഗസ്ഥൻ കൃത്യമായ നിർദ്ദേശങ്ങളും സുരക്ഷാ നിർദ്ദേശങ്ങളും അഷ്ടമുടിയിലെ 8 മുടികളെക്കുറിച്ചുള്ള വിവരണങ്ങളുമൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. വളരെ നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹമാണ് എല്ലാ രീതിയിലുമുള്ള കോർഡിനേഷൻ, പാട്ടായാലും ഡാൻസായാലും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് മുജീബ് സാറാണ്. നല്ലൊരു മനുഷ്യനാണ്. നമുക്ക് വേണ്ടുന്ന ആഹാരം അറേഞ്ച് ചെയ്തിരിക്കുന്നത് കുടുംബശ്രീ പ്രവർത്തകരാണ്. വളരെ നല്ല ഫുഡായിരുന്നു. അതിൽ കായൽ വിഭവങ്ങളെല്ലാം ഉണ്ട്. നാടനൂണും കപ്പയും മീനും അതുപോലെ തന്നെ ചിക്കനും ഒക്കെ ഉണ്ട്. കക്കയും കണവയും കൊഞ്ചും ഒക്കെ ഉണ്ട്. കല്ലുമ്മക്കായൊക്കെ ഉണ്ട്. നമ്മൾ മൺറോത്തുരുത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ നിന്നും ഹൗസ് ബോട്ടിലാണ് കണ്ടൽക്കാടുകൾ കാണാനായിട്ട് പോകേണ്ടത്. അതിനായിട്ട് 100 രൂപ നമുക്ക് എക്സ്ട്രാ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഹൗസ് ബോട്ടിൽ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് യാത്ര തുടങ്ങി. കൂടെ ഒരു ജപ്പാൻകാരനുണ്ടായിരുന്നു. അദ്ദേഹം വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കണ്ടൽക്കാടുകളിലെത്തിയിരിക്കുകയാണ്. മാൻഗ്രോവ് ഫോറസ്റ്റ്. അപ്പോൾ എത്ര മനോഹരമായ കാഴ്ചകളായിരുന്നെന്നറിയാമോ? ഈ ഒരു ചെറിയ 400 രൂപയ്ക്ക് എത്ര മനോഹരമായ കാഴ്ചകൾ കാണാൻ ഈ സി അഷ്ടമുടി നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്ന ഒരു ഗിഫ്റ്റ് തന്നെയാണിത്. മൺട്രോ ഐലൻഡിനോട് വിട പറഞ്ഞു ഞങ്ങൾ നേരെ സാമ്പ്രാണിക്കൊടിയിലേക്ക് എത്തി. അവിടെ നിന്നും 4:30 ആയപ്പോഴത്തേക്ക് തിരികെ കൊല്ലം ബോട്ട് ജെട്ടിയിലേക്ക് എത്തി. എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. മനസ്സ് നിറഞ്ഞ യാത്ര. ഒരു